നമസ്കാരം. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ ആദിനാരായണൻ്റെയും ജഗദംബികയായ ശ്രീ ഭഗവതിയുടെയും തിരുനാമങ്ങൾ സ്മരിച്ചുകൊണ്ട് ജ്യോതിഷപ്രേമികളായ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അരുളുന്നു. നാളെ 2026 ഓഗസ്റ്റ് മാസം 13-ാം തീയതിയാണ് വ്യാഴാഴ്ച, 1201 കർക്കിടക മാസം 28-ാം തീയതി. നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്നതായ അതിവിശിഷ്ടമായ ആകാശവിന്യാസങ്ങളെയും അതേപോലെ ഗ്രഹങ്ങളുടെ സൂക്ഷ്മ ചലനങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ആധികാരിക വിശകലനമാണ് ഇന്നത്തെയും പോലെ ഇന്നും ആരംഭിച്ചിരിക്കുന്നത്. ഒരു ഭക്തിനിർഭരമായ ആത്മീയ വീഡിയോ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ ദിവസത്തെ ഗ്രഹവിന്യാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാളത്തെ പ്രഭാതം പ്രപഞ്ചത്തിൽ വലിയൊരു ഭാവമാറ്റത്തോടെയാണ് ഉണരുന്നത്. നാളത്തത് എന്ന് മാത്രമല്ല, ഓരോ ദിവസങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോ നന്മകൾ അല്ലെങ്കിൽ ഓരോ വിഷമങ്ങളിലൂടെ, ഓരോരോ പ്രയാസങ്ങളിലൂടെ, ഓരോരോ ഭാഗ്യവർദ്ധനവിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടുമിരിക്കുന്നത്. അപ്പോൾ നാളെ സൂര്യോദയ സമയത്ത് ആകാശത്ത് നിലകൊള്ളുന്നത് ബുധൻ്റെ അധീനതയിലുള്ള ആയില്യ നക്ഷത്രമാണ്. എന്നാൽ സൂര്യൻ ഉദിച്ച് അധികം വൈകാതെ തന്നെ, അതായത് രാവിലെ ഒരു 6 മണി 7 മിനിറ്റോടുകൂടി നക്ഷത്രമാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. ആയില്യം മാറിയിട്ട് കേതുവിൻ്റെ സ്വാധീനമുള്ളതും പിതൃക്കളുടെ സ്വന്തം നക്ഷത്രം എന്ന് നമ്മൾ പറയുന്നതുമായ മകം നക്ഷത്രമായിരിക്കും പിന്നീട് ആകാശത്ത് ഉദിച്ചുയരുന്നത്. അപ്പോൾ നാളത്തെ പകൽ പൂർണ്ണമായും ഭരിക്കുന്നത് മകം നക്ഷത്രമാണ്. അപ്പോൾ നമ്മൾ മകം നക്ഷത്രത്തിൻ്റെ അധീനതയിലായിരിക്കും നാളത്തെ ദിവസം. അപ്പോൾ മകത്തിനൊരു പ്രത്യേകതയുണ്ട്. മകം നക്ഷത്രത്തിന് ഇത് സിംഹത്തിൻ്റെ ഹൃദയഭാഗമായി അറിയപ്പെടുന്ന ചിങ്ങം രാശിയിലെ അതീവ ശക്തമായ ഒരു നക്ഷത്ര സമൂഹമാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ചന്ദ്രൻ കർക്കിടക രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സന്ധി കൂടിയാണ് നാളത്തെ ദിവസം സംഭവിക്കുന്നത്. അപ്പോൾ തിഥിയുടെ കാര്യം എടുത്താൽ ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥിയാണ് നാളെ. സൂര്യോദയം മുതൽ, അതായത് രാത്രി ഒരു 8 മണി 41 മിനിറ്റ് വരെ പ്രഥമ തിഥി നിലനിൽക്കും. അതിനുശേഷം ദ്വിതീയ തിഥി ആരംഭം ആകുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ഈശ്വരാധീനം എന്തെന്ന് ചോദിച്ചാൽ അത് വ്യാഴാഴ്ച കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ദിവസം നോക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ സ്വാധീനം കൂടി വരുന്നുണ്ട് എന്നതാണ്. പ്രപഞ്ചഗുരുവായ വ്യാഴത്തിൻ്റെ ദിനമാണ് വ്യാഴാഴ്ച. ദേവഗുരുവിൻ്റെ നക്ഷത്രപാദം കൂടി ഒത്തുചേരുമ്പോൾ അത് നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ വലിയൊരു ആത്മീയ ഊർജം അല്ലെങ്കിൽ ആത്മീയ ഊർജ നില ഉയരുന്നതിന് വളരെയേറെ സഹായിക്കും. എന്നാൽ പകൽ സമയത്ത് നാളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കരിവേളയുണ്ട്. അതായത് നാളത്തെ രാഹുകാലമാണ്. ഉച്ചയ്ക്കൊരു 12 മണി 27 മിനിറ്റ് മുതൽ പകൽ 2 മണി വരെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രാഹുകാല സമയം എന്നത് പ്രപഞ്ചത്തിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഊർജം, അതായത് നിഷേധാത്മക ഊർജം പ്രവഹിക്കുന്ന സമയമാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 1.5 മണിക്കൂർ സമയം പുതിയതായ തുടക്കങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോകാം എന്നല്ലാതെ പുതിയ ചില തുടക്കങ്ങളുണ്ടെങ്കിൽ അതിന് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനൊട്ടും അനുയോജ്യമായ ഒരു സമയമല്ല. ആ സമയത്തെ വർജിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ അനുസരിച്ച് നാളത്തെ ഗ്രഹനില അതീവ സങ്കീർണമാണ്. എന്നാൽ ചില പ്രത്യേക രാശിക്കാർക്ക് ഇത് അത്ഭുതകരമായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളെ നൽകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹവിന്യാസം നടക്കുന്നത് ചിങ്ങം രാശിയിലായിരിക്കും. അപ്പോൾ ചിങ്ങം രാശിയിൽ ബുധനുണ്ട്, ശുക്രനുണ്ട്. അപ്പോൾ ഈ ബുധനും ശുക്രനും ഒന്നിച്ചു ചേർന്ന് സഞ്ചരിക്കുന്നത് ജ്യോതിഷത്തിൽ ഇതിനെ നമുക്ക് ഒരു യോഗം വിളിക്കാൻ സാധിക്കും. അതായത് ലക്ഷ്മി നാരായണ യോഗം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഐശ്വര്യത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയുടെയും അതേപോലെ ബുദ്ധിയുടെ കാരകനായ നാരായണൻ്റെ അനുഗ്രഹം ഒരേപോലെ ഈ ഒരു ആകാശരേഖയിൽ പതിക്കുന്നുണ്ട് എന്നതും നാളത്തെ ദിവസ പ്രത്യേകതയാണ്. അപ്പോൾ ഗുരുവായ വ്യാഴം ഇടവം രാശിയിൽ നിന്നിട്ട് ഈ ഒരു വിന്യാസത്തെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ഷണം നടക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ അറിവ്, ജ്ഞാനം വർദ്ധിക്കും, ധനം വർദ്ധിക്കും. ഇതൊക്കെ ഒരേപോലെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്ന ഒരു ദിവസം കൂടി. അതേസമയം ധീരതയുടെയും യുദ്ധത്തിൻ്റെ ഗ്രഹമാണ് ചൊവ്വ. എടുത്തുചാട്ടം, ദേഷ്യം, കോപം എന്നിവയുടെയൊക്കെ കാരകത്വം. അപ്പോൾ ചൊവ്വ മിഥുനം രാശിയിൽ നിൽക്കുന്നത് കർമ്മവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ വലിയൊരു കുതിച്ചുചാട്ടത്തെ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് വകയൊരുക്കുന്നത്. ശനി ഭഗവാൻ സ്വന്തം രാശിയായ കുംഭത്തിൽ വക്രഗതിയിലാണ് സഞ്ചാരം നടത്തുന്നത്. നീതിപൂർവം പ്രവർത്തിക്കുന്നവർക്ക് വലിയ കർമ്മഫലങ്ങൾ നാളെ പ്രകൃതി തന്നെ തിരികെ തരുമെന്നതാണ്. സത്യസന്ധമായി ജോലി ചെയ്ത് അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവർക്ക് ചില പ്രതീക്ഷിക്കാത്ത
സന്തോഷ വാർത്തകൾ ശ്രവിക്കാൻ പ്രകൃതി തന്നെ അതിന് ചില വഴികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കി തരുമെന്ന്. അപ്പോൾ ഈ ഒരു സവിശേഷ ഗ്രഹസാന്നിധ്യ നിമിത്തം പ്രപഞ്ചത്തിൽ നിന്ന് ആഗ്രഹിക്കാതെ നേരെ വന്നെത്തുന്ന നേട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയുന്ന, അല്ലെങ്കിൽ പൂർവ്വ പുണ്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് അപ്രതീക്ഷിത മഹാഭാഗ്യമായി ചില കാര്യങ്ങൾ വന്നു ചേരും. നമ്മൾ പറയില്ലേ, ഞാൻ ഒട്ടും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ വന്നു, ഞാൻ അതിന് എത്ര എഫേർട്ട് എടുത്തെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ അറിയുന്നില്ലായിരിക്കും, മുൻപേ ഉള്ള സമയങ്ങളിൽ നമ്മൾ അത്രത്തോളം എഫേർട്ട്, പുണ്യകർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ഭാഗ്യം അനുഭവിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നത് തന്നെയായിരിക്കും നമ്മളിലേക്ക് നാളെ ആ ഭാഗ്യം എത്താൻ പോകുന്നതിൻ്റെ പ്രധാന കാരണം. അങ്ങനെ ഗുണകരമായ അല്ലെങ്കിൽ മഹാഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗം വരുന്ന 4 പ്രധാന രാശികളുണ്ട്. അപ്പോൾ ആ രാശികൾ ഏതൊക്കെ, അവയിലെ നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്നതിലേക്ക് നമുക്ക് കടക്കാം. മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്മീനാരായണ യോഗം, ആ ഒരു യോഗത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നത് ചിങ്ങം രാശിയിലാണെന്നത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ സ്വന്തം നക്ഷത്രോദയമാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം നക്ഷത്രക്കാർക്ക്. മകം, പൂരം, ഉത്രം 3 നക്ഷത്രങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ തേടിയെത്തും. വിചാരിക്കാത്ത വഴിയിലൂടെ ധനം കൈകളിൽ വന്നു ചേരേണ്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതിരുന്നതായ ധനം, അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനലാഭം എന്ന് പറയുമ്പോൾ സമ്മാന പദ്ധതികളിലുള്ള ഒരു വിജയമൊക്കെ നമുക്കിവിടെ പറയാൻ സാധിക്കും. പ്രണയിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പ്രണയം പറഞ്ഞിട്ട് അതിനൊരു മറുപടിക്ക് കാത്തിരിക്കുകയാണെങ്കിൽ പ്രണയ സാഫല്യത്തിൻ്റെയൊക്കെ ദിനമാണ്. കുടുംബ സമാധാനം ഉണ്ടാകുന്ന ദിവസം, മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്ന ദിവസം, പുതിയ ചില വലിയ സൗഹൃദങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി കർമ്മവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഒരു വലിയ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ചില അംഗീകാരം, അതായത് ചില പദവികളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എപ്പോഴും നമ്മൾ ഓരോ മനുഷ്യരും, അത് ഇന്ന രാശിയെന്നല്ല, എപ്പോഴും സംസാരത്തിലൊക്കെ മിതത്വം പാലിക്കുന്നത്, നമ്മൾക്ക് എളിമ നിലനിർത്തുന്നതൊക്കെ നമ്മുടെ ഭാഗ്യത്തെ ഇരട്ടിക്കാനായിരിക്കും സഹായിക്കുന്നത്. അപ്പോൾ നാളെ സംസാരത്തിൽ എളിമ നിലനിർത്താനായിട്ട്, അതായത് ദേഷ്യം നിയന്ത്രിക്കാൻ, ചൊവ്വയുടെ സ്വാധീനം വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ദേഷ്യമില്ലാതെ കാര്യങ്ങൾ കൃത്യമായി സംയമനം പാലിച്ച് മുന്നോട്ട് പോകാൻ നാളെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഫലം തന്നെയായിരിക്കും നൽകുന്നത്. അശ്വതി, ഭരണി, കാർത്തിക മേടം രാശിക്കും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും അത്യപൂർവമായ ദൃഷ്ടിഫലം ലഭിക്കുന്നുണ്ട്. അപ്പോൾ മാനസികമായി ഒരു ഉണർവ്, ഒരു ഉഷാർ, ഒരു ഉന്മേഷമൊക്കെ തോന്നുന്ന ഒരു ദിവസമാണ്. ദീർഘകാലമായി ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ പ്രാവർത്തികമാക്കുക എന്നത് ഈ ഒരു കുറച്ച് നാളുകൊണ്ട് അസാധ്യമായിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ നാളത്തെ ദിവസം അത് സാധ്യമാകും. സാമ്പത്തികമായിട്ട് വലിയൊരു ഭാരം കുറഞ്ഞ ഒരവസ്ഥയുണ്ട്, അതായത് കടങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റമുണ്ടാകും. ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന ദിവസമാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാതി വഴിയിലിരിക്കുന്നവരാണെങ്കിൽ ആ തടസ്സങ്ങളിൽ നിന്നൊരു മാറ്റം, അതായത് ജോലിക്കാർ വരുന്നില്ല, പാതി വഴിയിലായി, അല്ലെങ്കിൽ ഫണ്ട് കിട്ടുന്നില്ല, അതിൻ്റേതായ പ്രശ്നങ്ങൾ, അങ്ങനെ ഇരുന്ന ആളുകൾക്ക് ആ തടസ്സത്തെ മാറ്റാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അനുകൂല സാഹചര്യം ഒരുങ്ങുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ് നാളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ധൃതി പിടിച്ചെടുക്കരുത്. കാരണം വസ്തുക്കളാണെങ്കിലോ മറ്റു കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കൂടാതെ ദൂരയാത്രകളിലും നാളത്തെ ദിവസം ജാഗ്രത പുലർത്തേണ്ടതായ ഒരു ദിനമാണ്. ഉത്രം, അത്തം, ചിത്തിര കന്നി രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ചന്ദ്രൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ശത്രു പരാജയവും അതേപോലെ തന്നെ വൻ വിജയങ്ങളെയും സമ്മാനിക്കുന്നതായ ഒരു ദിവസമായിരിക്കും. അപ്പോൾ കഠിനാധ്വാനത്തിന് ഒടുവിൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ അർഹിച്ചതായ ഫലവും പ്രശസ്തിയുമൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ അപ്രതീക്ഷിതമായ ചില കോണുകളിൽ നിന്നുള്ള പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ മുൻപിലേക്ക് തുറക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. മുതിർന്ന വ്യക്തികളുടെയും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുടെയൊക്കെ പൂർണ്ണമായ ഒരു പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വീണ്ടും ഒരു കരുത്തേകുന്ന ദിവസം കൂടിയായിരിക്കും. അപ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോലിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കൂടെ ചെയ്യുന്ന സഹപ്രവർത്തകരുമായിട്ടോ അനാവശ്യ തർക്കങ്ങളൊന്നും വന്നു ചേരാതിരിക്കുക, അല്ലെങ്കിൽ അനാവശ്യ തർക്കങ്ങൾ വന്നാൽ പോലും നിങ്ങൾ അതിൽ നിന്ന് കഴിവതും ഒഴിഞ്ഞു മാറുക എന്നതാണ് നാളെ ശ്രദ്ധിക്കേണ്ടത്. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ പ്രപഞ്ചഗുരുവാണ് വ്യാഴം. അപ്പോൾ പ്രപഞ്ചഗുരുവായ വ്യാഴത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം നാളെ ഉണ്ട്. അത് സമൂഹത്തിൽ വലിയ ബഹുമാന്യതയും പദവികളുമൊക്കെ ലഭിക്കുന്നതിന് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ദീർഘനാളുകളായി അലട്ടിയിരുന്ന കടബാധ്യത തീർക്കാനും വ്യക്തിപരമായ ചില പുരോഗതി നേട്ടങ്ങളൊക്കെ വന്നു ചേരാനും നാളത്തെ ദിവസം പ്രകൃതി തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ അല്ലെങ്കിൽ നാളെ മത്സര പരീക്ഷകളുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല രീതിയിൽ പുരോഗതിയും വിജയവും ഉണ്ടാകുന്നതായ ഒരു ദിവസമാണ്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പേപ്പറിലേക്ക് പകർത്തുക എന്നതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ പറയാറുണ്ട് പഠിച്ചതൊന്നും അങ്ങോട്ട് എക്സാം ഹാളിൽ ചിലവ് മറന്നു പോകുന്നു എന്ന്. പക്ഷേ നാളെ ഇപ്പോൾ ഓണ എക്സാം ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് നാളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളെ അവിടെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ പുതിയ തൊഴിലവസരങ്ങളൊക്കെ തേടിയെത്തുകയും ഇനി വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറുന്ന ദിവസമാണ്. അപ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ചിലപ്പോൾ വിനയാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. ഓവർ കോൺഫിഡൻസ് പാടില്ല. ഏതെങ്കിലും പ്രധാന കാര്യങ്ങൾ ഒരാളോട് അഭിപ്രായം ചോദിക്കുന്ന തെറ്റില്ല. അപ്പോൾ അങ്ങനെ അഭിപ്രായം ചോദിക്കാതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യരുത്. ചില സമയം അഭിപ്രായം ചോദിക്കുന്നത് അങ്ങനെ നമ്മളിലേക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് നമുക്ക് അനുകൂലമായ ഒരാളല്ല അഭിപ്രായം പറഞ്ഞു തരുന്നെങ്കിൽ അത് വിനയായി മാറും. അതല്ല, നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളിൽ നിന്ന് അഭിപ്രായം തേടുന്നതും നാളത്തെ ദിവസം ഉത്തമമായിരിക്കും. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം കൂടിയാണ്. ഇപ്പോൾ നാളെ രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നാളെ സാമ്പത്തിക ഇടപാടുകളിൽ അല്പം മിതത്വം പാലിക്കുന്നത് വളരെയേറെ ഉത്തമമാണ്. അനാവശ്യ ആഡംബര ചെലവുകളൊക്കെ അന്ന് തലയിലേക്ക് വലിച്ചു വെക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. പങ്കാളിയുമായിട്ട് വിട്ടുവീഴ്ചയ്ക്കൊക്കെ നാളെ തയ്യാറാകേണ്ടതാണ്. കാരണം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും ഒരേപോലെ മത്സരബുദ്ധിയായി നിൽക്കാതിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് ഭാവിയിലും ദോഷങ്ങളില്ലാത്ത ഒരു സുദിനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായകമാകുന്നതാണ്. അപ്പോൾ നാളെ പ്രഥമ തിഥിയാണ്. മകം നക്ഷത്രം രണ്ടും കൂടി ഒത്തുചേരുന്നതിനാൽ ശരീരശുദ്ധി വരുത്തുമ്പോൾ നാളത്തെ ദിവസം നാളെ മുടി മുറിക്കുന്നതോ അല്ലെങ്കിൽ നഖം വെട്ടുന്നതായ കാര്യങ്ങളൊക്കെ നാളെ ഒന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. ആയുസ്സിനും ധനത്തിനും ദോഷം ചെയ്യുമെന്നാണ് ഇത് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ രാഹുകാല സമയത്ത് യാതൊരു കാരണവശാലും വലിയ തുകകൾ മറ്റൊരാൾ കടം കൊടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. എന്താണ് പ്രയാസം ഉണ്ടാകുക എന്ന് വെച്ചാൽ തിരികെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് വലച്ചിലുണ്ടാകും. കൂടാതെ സന്ധ്യാസമയത്ത് വീടുകളിൽ കലഹങ്ങളോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ഇത് ലക്ഷ്മി ദേവിയെ പടിക്ക് പുറത്താക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണത്. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഭാഗ്യം വരണമെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളാൽ ചില തെറ്റുകൾ ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ എന്ത് തെറ്റ് നമുക്ക് സംഭവിച്ചു എന്നത് ഒന്ന് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ്. മകനക്ഷത്രം ഒത്തുചേരുന്നുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായിട്ട് നാളത്തെ ദിവസം അടുത്ത വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ രാവിലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസമോ വെണ്ണയോ ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കുന്നതും ഒക്കെ വലിയൊരു പൂർണ്ണമായി ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതിന് നല്ല സഹായം ചെയ്യും. കൂടാതെ നാളെ വീടുകളിൽ വിഷ്ണു സഹസ്രനാമം വീടുകളിൽ തന്നെ നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. ചിങ്ങം രാശിയിലെ ബുധശുക്ര ദോഷങ്ങളെ മാറ്റി ലക്ഷ്മി പ്രീതി വരുത്തുന്നതിനും ഈ ഒരു വിഷ്ണു സഹസ്രനാമ ജപം കൊണ്ട് സാധ്യമാകും. ഇനി മകർ നക്ഷത്രത്തിൻ്റെ അധിപൻ കേതു ആണല്ലോ. അപ്പോൾ ജാതകത്തിലെ കേതു ദോഷങ്ങളൊക്കെ മാറാനും നാളെ വൈകുന്നേരം അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. ദർശനം മാത്രം പോരാ, ധാരയോ പിൻവിളക്കോ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് മനസ്സമാധാനത്തിനൊക്കെ വളരെയധികം ഉത്തമമായ ഫലം ചെയ്യും. കൂടാതെ മകൻ നക്ഷത്രം പിതൃക്കളുടെ നക്ഷത്രം കൂടിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നാളെ രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തിയിട്ട് മരിച്ചുപോയ പൂർവികരെയൊക്കെ നാളെ സ്മരിക്കുന്നതിന് ഉത്തമമായ ദിവസമാണ്. ദീർഘകാല തടസ്സങ്ങളും കുടുംബത്തിലേറ്റ പിതൃശാപങ്ങളൊക്കെ മാറുന്നതിന് അത് ഒരുപാട് സഹായകം ആവുകയും ചെയ്യും. അപ്പോൾ ഈ മനോഹരമായ സുദിനം പ്രപഞ്ചത്തിലെ ഗ്രഹവിന്യാസം കൊണ്ട് ഒട്ടനവധി അനുകൂല മാറ്റങ്ങളാണ് നമുക്ക് ഓരോ ദിവസങ്ങളിലും നൽകുന്നത്. അപ്പോൾ സമയവും കാലവും പ്രകൃതിയും നമുക്കായി ഒരുങ്ങുന്ന ഭാഗ്യങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക എന്നതാണ് ജ്യോതിഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ പാത തെളിയിച്ചു തരുമ്പോൾ പാതയിലൂടെ നമ്മളാണ് ചലിക്കേണ്ടത്. അപ്പോൾ ഈശ്വരാധീനം വേണം, അതിലുപരി കഠിനാധ്വാനവും നമുക്ക് വേണം. ഇത് രണ്ടും കൂടി ഒത്തുചേരുമ്പോഴാണ് എത്ര വലിയ ദോഷങ്ങളും മാറി നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശപ്പെടുക എന്നത്. അപ്പോൾ ഇവിടെ നാളത്തെ ദിവസഫലമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ മനോഹരമായ ഒരു വ്യാഴാഴ്ച ദിവസമാണ് പ്രപഞ്ചനാഥൻ നമ്മളിലേക്ക് നാളെ എത്തിക്കാൻ പോകുന്നത്. അത് എല്ലാവിധ അനുഗ്രഹങ്ങളോടുകൂടി പ്രകൃതിയുടെ മഹാഭാഗ്യമായി നമ്മളിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നാളത്തെ ഒരു ശുഭദിനം കൂടി ആശംസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.